ഇളനീർ തുണിയിൽ കെട്ടി മർദ്ദിച്ച പോലീസിനോട് BJP നേതാക്കൾ 10 ലക്ഷം കള്ളപ്പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയെന്ന് സന്ദീപ് വാര്യർ. ഇന്ത്യയെ ചൈനയിൽ നിന്നും അകറ്റുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഇന്ത്യയിലേക്കുള്ള US അംബാസഡറായ സെർജിയോ ഗോർ. ചാർലി കിർക്ക് വധം പ്രതി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങൾ നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം. അമീബിക് മസ്തിഷ്ക ജ്വരം, കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗബാധ. കേസുകൾ കൂടുതൽ കേരളത്തിൽ. പ്രതിരോധം പാളുന്നു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ ജഗ്ദീപ് ധൻഖറും പങ്കെടുത്തു. ഹോബ്സിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം മലയാളികളിൽ ഏറ്റവും സമ്പന്നനായി ജോയ് ആലുക്കാസ്. തൊട്ടുപിന്നിൽ MA യൂസഫ് അലി. പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കാനിരിക്കെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പോലീസും ജനങ്ങളും ഏറ്റുമുട്ടി. സോണിയാഗാന്ധി പൗരത്വം നേടും മുമ്പ് വോട്ട് ചെയ്തെന്ന ഹർജി കോടതി തള്ളി.